ലാലിഷ്യ. ഒരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആളുകളുടെയും ഡൗട്ടാണ് അത് സ്കാം ആണോ ഫ്രോഡ് ആണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നതാണല്ലേ. നമ്മൾ പല കാര്യങ്ങളും ഓൺലൈനിലൂടെ ഇന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺലൈനിലൂടെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷൻ വരെ നമ്മൾ ഓൺലൈനിലൂടെ ഫോളോ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ഇന്നിപ്പോ എത്തി നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓൺലൈൻ വർക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാ ഇത്രത്തോളം പേടിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഏതൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റിയും നല്ല രീതിയിൽ ഡിസ്കവർ ചെയ്യാനും പഠിക്കാനും നിങ്ങൾക്ക് നല്ലൊരു മൊബൈലും നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷനും നിങ്ങൾക്ക് ഇന്നിപ്പോ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഈ ഒരു മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ തന്നെയായിരുന്നു. ഓൺലൈനിലോട്ട് മാറിയത് ശരിക്കും ആ ഒരു കൊറോണയുടെ ആ ഒരു ടൈമിലാണ് ഓൺലൈനിലോട്ട് മാറിയത്. അപ്പൊ ഓൺലൈനിലോട്ട് മാറിയപ്പോ നമ്മളെ പോലെ തന്നെ പുറത്തു പോയി വർക്ക് ചെയ്യല് പോസിബിൾ അല്ലാത്ത ഒരുപാട് വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന എംപ്ലോയീസിനും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ബെറ്റർ ആയിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചും ഇതൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് അവർ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ഒരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി അതൊരു ജെന്യൂൻ പ്ലാറ്റ്ഫോം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മൾ ഒരു 7 days ഫ്രീ വർക്ക്ഷോപ്പിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാനായിട്ട് എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഹൗ എന്ന് കമന്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് ആക്കാം. ഞാൻ നിങ്ങളെ പേഴ്സണലി ഗൈഡ് ചെയ്യുന്നതാണ്. Thank you so much.